സ്വർണ്ണപ്പാളിയും ദ്വാരപാലക ശില്പവും കുടുംബക്ഷേത്രത്തിൽ പൂജയ്ക്ക് കൊണ്ടുവന്നിരുന്നുവെന്ന് സ്പോൺസർ അജികുമാറിന്റെ ഭാര്യ സുമംഗല. ശബരിമലയിലേക്ക് അജികുമാർ 2 മണി സ്പോൺസർ ചെയ്തിരുന്നുവെന്നും അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയത്തിലായതെന്നും സുമംഗല ന്യൂസ് 18 പറഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മൂവാറ്റുപുഴയിൽ പൂജയ്ക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വെളിപ്പെടുത്തലുമായി സ്പോൺസർ അജികുമാറിന്റെ ഭാര്യ സുമംഗല രംഗത്തെത്തിയത്. സ്വർണ്ണപ്പാളി അജികുമാറിന്റെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂജിച്ചിരുന്നുവെന്നും പിന്നീട് അവിടുന്ന് പള്ളിക്കത്തോട് ഇളമ്പള്ളിക്ക് കൊണ്ടുപോയെന്നും സുമംഗല വ്യക്തമാക്കി. സ്വർണ്ണപ്പാളികളും ദ്വാരപാലകരും കൊണ്ടുപോകുന്ന സമയത്ത് അജി കൂടെ പോയിട്ടുണ്ട്. അതിന്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല സാമ്പത്തികമായിട്ട്. അതേസമയം ശബരിമലയിലേക്ക് അജികുമാർ 2 മണി സ്പോൺസർ ചെയ്തിരുന്നു. ഈ മണി സ്പോൺസർ ചെയ്യാൻ ആളെ തിരയുന്ന സാഹചര്യത്തിലാണ് അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയത്തിലാകുന്നത്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്നും സുമംഗല പറഞ്ഞു. ശബരിമലയിൽ 2 മണി കൊടുക്കാനായിട്ട് ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഉണ്ണിത്തിരുമേനി അന്വേഷിക്കുന്ന സമയത്ത് ആരോ അജിയായിട്ട് പരിചയമാക്കി കൊടുത്തു. അജിയെ അങ്ങനെയാണ് ഉണ്ണിത്തിരുമേനിയായിട്ട് അജിക്ക് പരിചയം. അങ്ങനെയാണ് നമ്മൾ ശബരിമലയിൽ 2 മണി കൊടുക്കുന്നത്. അതേസമയം കോവിഡ് ബാധയെ തുടർന്നാണ് അജികുമാർ മരിച്ചതെന്നും അജിക്ക് കോവിഡ് ബാധിച്ചപ്പോൾ ആശുപത്രിയിൽ ബെഡ് അറേഞ്ച് ചെയ്തു തന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നുവെന്നും ഭാര്യ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ രാജി ആവശ്യപ്പെട്ട് ആലപ്പുഴ NSS തലവടി ശ്രീദേവി വിലാസം കരയോഗത്തിൽ പ്രമേയം. NSSനെ സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഏകപക്ഷീയമായ ഇടതുപക്ഷത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയെന്നാണ് വിമർശനം. NSSന്റെ നിയമാവലിയെ മറികടന്ന ജനറൽ സെക്രട്ടറി എടുത്ത തീരുമാനത്തിൽ കരയോഗത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും പ്രമേയത്തിലുണ്ട്. ഭരണസമിതി അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം NSS കുട്ടനാട് താലൂക്ക് യൂണിയന് നൽകി. വിഷമരുന്നിൽ കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കഫ് സിറപ്പ് കമ്പനികൾക്കെതിരെ കർശന നടപടിക്ക് കേന്ദ്ര സർക്കാർ. ഇവരുടെ ലൈസൻസ് റദ്ദാക്കും. സംസ്ഥാനങ്ങൾ പരിശോധന കർശനമാക്കണമെന്ന് നിർദ്ദേശം നൽകി. തമിഴ്നാട്ടിലെ കാഞ്ചീവരത്ത് കഫ് സിറപ്പ് നിർമ്മാണ യൂണിറ്റിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിന്റെ പരിശോധന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യവ്യാപക പരിശോധനയ്ക്കുള്ള നിർദ്ദേശം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ വിളിച്ച യോഗത്തിലാണ് ഈ തീരുമാനം. വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ യോഗത്തിൽ പങ്കെടുത്തു. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു യോഗം. 18 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കോൾഡ്രിഫ് കഫ് സിറപ്പ് നിർദ്ദേശിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി മരുന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നടപടി. സിറപ്പിന്റെ നിർമ്മാതാക്കളായ തമിഴ്നാട്ടിലെ ശ്രേയസൻ ഫാർമസ്യൂട്ടിക്കലിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഇതിനിടെ കഫ് സിറപ്പിന്റെ വിൽപ്പന കേരള, മധ്യപ്രദേശ് സർക്കാരുകൾ നിരോധിച്ചു. തെലങ്കാന സർക്കാരും സിറപ്പ് ഉപയോഗിക്കുന്നതിന് അടിയന്തരമായി നിർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായി ആകെ 18 കുട്ടികളാണ് കോൾഡ്രിഫ് കഫ് സിറപ്പ് കുടിച്ച് മരിച്ചത്. മരുന്ന് കുടിച്ചവരുടെ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലാകുന്നതാണ് മരണകാരണം. ഇനിയും നിരവധി പേരാണ് ഇരു സംസ്ഥാനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്നത്. നിയമവിരുദ്ധമായി മരുന്ന് നിർദ്ദേശിച്ച മധ്യപ്രദേശിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിന്ദ്വാഡ പരാസിയയിൽ ഒരു ക്ലിനിക്ക് നടത്തി വരികയായിരുന്നു ഇയാൾ. മുഖ്യമന്ത്രി മോഹൻ യാദവ് മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഇതിനിടെ കോൾഡ്രിഫ് കഫ് സിറപ്പിന്റെ വിൽപ്പന കേരള, മധ്യപ്രദേശ് സർക്കാരുകൾ നിരോധിച്ചു. രാജസ്ഥാനും ഈ മരുന്ന് നിരോധിച്ച് ഉത്തരവിറക്കിയിരുന്നു. തെലങ്കാന സർക്കാർ സിറപ്പ് ഉപയോഗിക്കുന്നത് അടിയന്തരമായി നിർത്തണമെന്ന് നിർദ്ദേശിച്ചു. ഗുജറാത്ത് സർക്കാർ മരുന്നിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അറിയിച്ചു. കേരളത്തിൽ ഈ മരുന്ന് എത്തിച്ചിരുന്നുവെങ്കിലും ഒന്നും വിറ്റുപോയിട്ടില്ല എന്നാണ് വിവരം. സിറപ്പിന്റെ നിർമ്മാതാക്കളായ തമിഴ്നാട്ടിലെ ശ്രേയസൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ മധ്യപ്രദേശ് സർക്കാർ കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ ഓഫീസിൽ തമിഴ്നാട് സർക്കാർ റെയ്ഡ് സംഘടിപ്പിച്ചു. കോൾഡ്രിഫ് കഫ് സിറപ്പിൽ ശരീരത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ചെന്നൈയിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മരുന്നിൽ 48.6% ഡൈത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ടെന്നാണ് വിവരം. മധ്യപ്രദേശ് കേസ് കൂടുതൽ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇവർ ഉടൻ തമിഴ്നാട്ടിലേക്ക് തിരിക്കും. 6 സംസ്ഥാനങ്ങളിലായി മരുന്ന് നിർമ്മാണം നടത്തുന്ന 19 ഇടങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വരികയാണ്. ചുമ മരുന്നുകൾ കർശനമായി നിയന്ത്രിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നേരത്തെ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന വാദവുമായി KGMOA. അന്വേഷണ റിപ്പോർട്ട് വരും മുൻപാണ് എല്ലാം ശരിയായിരുന്നുവെന്ന സംഘടനാ നിലപാട്. വീട്ടുകാരുടെ വാദങ്ങളും ഡോക്ടർമാർ തള്ളുകയാണ്. കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള മുറിവ് ഉണ്ടായിരുന്നില്ല എന്നും ഡോക്ടർമാർ വിശദീകരിച്ചു.
ഒരു ദിവസം തന്നെ ഇതിനെ കണക്കാക്കുമ്പോൾ ഒരു 30ഓളം മൈനർ പ്രൊസീജിയറുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലത്തിന്റെ ഉള്ളിൽ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന, ഇപ്പൊ നമ്മള് എല്ലാ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്. അത് പ്ലാസ്റ്റർ ഇട്ടതിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. സ്ലാബ് എന്ന് പറയും, ഒരു ഭാഗം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതാവാനുള്ള യാതൊരു സാധ്യതയില്ല. പിന്നെ മുറിവ് വെറും ഒരു നിലത്ത് വീണാലുണ്ടാകുന്ന ഒരഞ്ഞ മുറിവാണ്. അതിന് കെയറും കൊടുത്തിട്ടുണ്ട്. 1000 നാവുള്ള മായം.